ടി.പി. ചന്ദ്രശേഖരൻ കൊലപാതകത്തിലെ ഉന്നതതല ഗൂഢാലോചന അത് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് 2014 കെ രമ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരുന്നു. അതിനെ തുടർന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചു. ADGP ആയിരുന്ന N. ശങ്കർ റെഡ്ഡി ആയിരുന്നു ആ ടീമിൻ്റെ ഹെഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില കാര്യങ്ങൾ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ കൊലയാളികൾക്ക് വാടക കൊലയാളികളാണല്ലോ ഇവർ, CPMൻ്റെ വാടക കൊലയാളികൾ, അവർക്ക് പണം കൊടുത്തതിൽ അതിൽ ഫണ്ട് ചെയ്തത് ഈ ഫയാസ് എന്ന കള്ളക്കടത്തുകാരനാണ്, സ്വർണ്ണക്കടത്തുകാരനാണ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം, ഈ ഫയാസ് അന്ന് കോഴിക്കോട് ജില്ലാ ജയിലിൽ ഈ പ്രതികൾ അവിടെയായിരുന്നു അവരെ പാർപ്പിച്ചിരുന്നത്. അവിടെ ഈ ഫയാസ് ഒരു അറബിയുടെ വേഷത്തിൽ വന്നത്, അത് അന്ന് ദൃശ്യമാധ്യമങ്ങളിൽ ഒക്കെ കാണിച്ചതാണത്, എല്ലാവരും റിപ്പോർട്ട് ചെയ്തതാണ് അത്. അന്ന് ഈ ഫയാസ് അറബി വേഷത്തിൽ ഈ ജില്ലാ ജയിലിലേക്ക് കടക്കുകയും അന്ന് ഈ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന മോഹനൻ മാസ്റ്റർ, അദ്ദേഹം ഇന്ന് CPMൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയാണ്, മോഹനൻ മാസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. മാത്രമല്ല കൊടി സുനി, കിർമാണി മനോജ്, മുഹമ്മദ് ഷാഫി, അനൂപ് ഉൾപ്പെടെയുള്ള ഈ കൊലയാളികളുമായിട്ട് സംസാരിക്കുന്നു. ഫയാസ് ജില്ലാ ജയിലിൽ വന്ന് ഈ കൊലയാളികളുമായിട്ട് സംസാരിച്ചത് എന്തിനാണ്? അതാണ് ചോദിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഇതിൽ ഫണ്ട് ചെയ്തത് ഫയാസ് ആണെന്ന് കൃത്യമായിട്ട് പറയുന്നു. മാത്രമല്ല ഈ ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസിൽ ഇവർക്ക് ഈ പ്രതികൾക്ക് വേണ്ടി അപ്പിയർ ചെയ്തത് അന്ന് വിചാരണ കോടതിയിലും പിന്നീട് ഹൈക്കോടതിയിലും അപ്പിയർ ചെയ്തത് കേരളത്തിൽ തന്നെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രസിദ്ധനായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ളയാണ്. രാമൻപിള്ള ഒരു സിറ്റിങ്ങിന് തന്നെ അദ്ദേഹം ലക്ഷങ്ങളാണ് വാങ്ങുന്നത്. അപ്പോൾ രാമൻപിള്ളയാണ് ഈ പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. പ്രതികൾക്ക് പണമില്ല, പാർട്ടി പണം കൊടുക്കണം. ഒരു ഭാഗത്ത് കൃത്യമായിട്ട് പറയുകയാണ് ഈ ടി.പി. ചന്ദ്രശേഖരനെ കൊന്നത് ഞങ്ങളല്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. ഇന്നും പറയുന്നത് CPMന് അതിൽ പങ്കില്ല എന്നുള്ളതാണ്. വ്യക്തിവിദ്വേഷത്തിൻ്റെ പുറത്ത് നടന്ന കൊലപാതകം എന്നുള്ള രീതിയിലൊക്കെയാണ് പാർട്ടി വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ അങ്ങനെ ഈ പാർട്ടി തന്നെയാണ് ഇവർക്ക് വേണ്ടി എല്ലാ ഇടപെടലുകളും നടത്തുന്നത്. അത് ഈ ടി.പി. കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞും ജനങ്ങളുടെ മുന്നിൽ മുഖം രക്ഷിക്കണം, ഒപ്പം തന്നെ ഈ പ്രതികൾ എന്തെങ്കിലും തുറന്നു പറയുമോ എന്ന് ഭയന്ന് അങ്ങനെ ഒരു മുഖം രക്ഷിക്കൽ കൂടി സത്യത്തിൽ ധർമ്മസങ്കടത്തിലാകുന്നത് ഈ കൊല്ലിച്ചവരാണ് എന്ന് വേണം നോക്കിക്കാണാനും തോന്നുന്നു. തീർച്ചയായും അത് ഇപ്പോഴും അവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഈ പ്രതികളുടെ റെമിഷന് വേണ്ടി ഇപ്പോഴും സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ഉണ്ടായത്. അത് നേരത്തെ ഇടപെടലുണ്ടായി, അന്ന് മാധ്യമങ്ങളാണ് പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഇടപെട്ടതിനെ തുടർന്നാണ് അത് നിയമസഭയിൽ വരെ അത് ചർച്ചയായി. അപ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ അഭിഭാഷകന് കൊടുക്കണമെങ്കിൽ, മാത്രമല്ല ഈ കൊലയാളികളുടെ കുടുംബത്തിന്, അവരും പാർട്ടിയുടെ സപ്പോർട്ടിലാണല്ലോ ജീവിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള പരിരക്ഷ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇരട്ട ജീവപര്യന്തമാക്കിയല്ലോ, അതിനെ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയല്ലേ. സുപ്രീം കോടതിയിൽ വലിയ അഭിഭാഷകരെയാണ് നിയോഗിക്കുന്നത്. അതിനൊക്കെയുള്ള പണം എവിടെയാണ്? ആ പണത്തിൻ്റെ സ്രോതസ്സ് അത് അന്വേഷിച്ച് പോയപ്പോഴാണ് ഈ ഫയാസിൻ്റെ സന്ദർശനവും. ഫയാസ് എന്തിനു വന്നു ജയിലിൽ, എന്തിന് ഈ മോഹനൻ മാസ്റ്ററുമായിട്ട് കൂടിക്കാഴ്ച നടത്തി, എന്തിന് ഈ കൊലയാളികളുമായിട്ട് സംസാരിച്ചു? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം അത് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ 2014 രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുകയാണ്. കേന്ദ്രത്തിന് അയച്ച കത്തിൽ ശങ്കർ റെഡ്ഡിയുടെ ഈ റിപ്പോർട്ട് കൂടി, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ കൂടി വെച്ചിട്ടുണ്ട്. അതിൽ കൃത്യമായി 1, 2, 3 ആ റിപ്പോർട്ട് എൻ്റെ കൈവശമുണ്ട്. അത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ CBI അന്വേഷണം വേണ്ടത്? ഇതൊരു ഉന്നതതല ഗൂഢാലോചനയാണ്. ഈ CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാർ അറിയാതെ ഇത്തരത്തിലൊരു കൊലപാതകം നടക്കില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന് ഫണ്ടിങ് പുറത്തു നിന്ന് വരുന്നു. അതുകൊണ്ട് ഇത് സംസ്ഥാനത്തിന് വെളിയിൽ നടന്ന, രാജ്യത്തിന് വെളിയിൽ നടന്ന ഗൂഢാലോചന കൂടി അത് കണക്കിലെടുത്തുകൊണ്ട് ഈ ഫയാസിൻ്റെ ഇൻവോൾവ്മെൻറ്റ്, പങ്കാളിത്തം, ഇതൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്, വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് CBI അന്വേഷണം അനിവാര്യമാണ് എന്ന് പറഞ്ഞാണ് അന്ന് കത്തയച്ചത്. ഇപ്പോൾ 10 വർഷമായി അതിലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതിന്
സംസ്ഥാന അതായത് UDF സർക്കാർ മാറി, പിന്നെ പിണറായി ഗവൺമെൻറ് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു താല്പര്യം ഉണ്ടാവില്ല സംസ്ഥാന സർക്കാർ എന്തായാലും, കാരണം അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട്, CPM പ്രതിസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു മുൻകൈ ഇക്കാര്യത്തിൽ എടുക്കില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പരിശോധന നടത്തുന്നില്ല? ആ പരാതിയും KK രമ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായിട്ടുള്ള, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഉന്നയിച്ചത്. ഇങ്ങനെ ഒരു ആരോപണം നേരത്തെയൊന്നും വന്നിരുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടും എല്ലാം കൈവശം ലഭിച്ചത് അടുത്തിടെയാണെന്ന് രമ ഈ അഭിമുഖത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു കാര്യം രശ്മി എടുത്തു പറയേണ്ടത്, അതായത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മനു തോമസ് എന്താ പറഞ്ഞത്? ഇവിടെയുള്ള സ്വർണ്ണക്കടത്ത്, കടത്ത്, പൊട്ടിക്കൽ ഗ്യാങ്, അതുപോലെ കൊട്ടേഷൻ മാഫിയ, ഇവരുമായിട്ടുള്ള പാർട്ടിയുടെ ബന്ധം കണ്ണൂരിലെ മുതിർന്ന നേതാക്കന്മാർക്ക്, ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് ഇതിലൊക്കെ പിന്നെ ഇവരുമായിട്ടൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ അത് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതിനെ ചോദ്യം ചെയ്ത് മനു തോമസ് പാർട്ടിയിൽ പരാതിപ്പെടുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി അത് പരിശോധിക്കാത്തതുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർക്ക് കത്തയക്കുന്നു. സംസ്ഥാന സെക്രട്ടറിയും അതിൽ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയെ തിരുത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയിൽ ചർച്ച പോലും ഈ വിഷയത്തിൽ നടക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പുറത്തുപോയി കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇപ്പോഴും ഇത്തരം മാഫിയകളുമായിട്ടുള്ള CPMൻ്റെ ബന്ധമാണ് പുറത്തു വരുന്നത്. അതാണ് ഇപ്പോഴും 2014 ഇതൊക്കെ നടന്നിട്ടുണ്ട്. ഫയാസിനെ പോലുള്ളവരാണ് ഫണ്ട് ചെയ്തത്, അവരാണ് സഹായിക്കുന്നത് പാർട്ടിയെ ഇത്തരം ഹീനമായ കൃത്യങ്ങൾ നടത്താൻ. അതിന് കൃത്യമായിട്ടുള്ള പണം ഇറക്കുന്നത് ഫയാസിനെ പോലുള്ളവരാണ്. അപ്പോൾ നോക്കൂ, ഇതൊക്കെയാണ് ചേർത്ത് വായിക്കേണ്ടത്. മനു തോമസിൻ്റെ വെളിപ്പെടുത്തലുകൾ, ഈ N. ശങ്കർ റെഡ്ഡിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, പാർട്ടിയുടെ അവസ്ഥയൊന്ന് നോക്കൂ.